ഹലോ, എല്ലാവർക്കും വേട്ടർമാരെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ തിരക്കഥാകൃത്തുക്കളായ, അതായത് തിരക്കഥകൾ എഴുതാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി കുറച്ച് ടിപ്സായിട്ടാണ്. പിന്നെ എനിക്ക് പറ്റിയ കുറേ അബദ്ധങ്ങളും. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. ഇതിപ്പോൾ ആദ്യം വഴിക്ക് വെച്ചിട്ട് നിന്നുപോയി. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യകാരണങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ എഴുതാൻ പോകുന്ന പുതിയ ആളുകൾക്ക് കുറച്ച് ടിപ്സും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഈ സിനിമയുടെ കഥ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടറായ ശ്യാം ശങ്കർ ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു വ്യക്തിയാണ്. പുള്ളി എൻ്റെ ഒരു ചേട്ടനും കൂടിയാണ്. പുള്ളിയുടെ ഒരു 1 ലൈൻ ഡെവലപ്പ് ചെയ്തിങ്ങായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. മലപ്പുറത്തുള്ള ഒരു പുള്ളിക്കാരൻ ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് ഇതിലൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും നമ്മളെല്ലാം കൊണ്ട് ഓക്കെ അടുത്ത മാസം 16-ാം തീയതി ഷൂട്ട് പ്ലാൻ ചെയ്തൊരു സിനിമ. ആ സിനിമയിലേക്ക് നമ്മൾ DOP ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിഞ്ഞാലക്കുടയിലെ വളരെ പ്രശസ്തനായ, പണ്ട് ആൽബം സോങ്ങുകൾ ഹിറ്റായിരുന്നൊരു കാലത്ത് ഇറങ്ങിയൊരു ആൽബമുണ്ട്. ആ ആൽബത്തിൻ്റെ പേരും ആ ഗാനവും ഒന്നായിരുന്നു. അദ്ദേഹത്തിനാണ് നമ്മൾ ഈ സിനിമയുടെ DOP ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടിയായിട്ട് പ്രൊഡ്യൂസറുടെ അടുത്ത് പോകാൻ നേരത്ത് എനിക്ക് ഒഴിവുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇതിൻ്റെ DOP ചെയ്യുന്ന ആളും ഡയറക്ടറും കൂടിയിട്ടാണ് പ്രൊഡ്യൂസറെ കാണാൻ പോകുന്നത്. പുള്ളി അങ്ങനെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാമറ വൈഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് സ്റ്റോറി പറഞ്ഞു. പുള്ളിക്കാരനത് ഇഷ്ടമായി. അതിനുശേഷം ഞാൻ ഈ കഥ എഴുതി കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് ഇതിൽ അഭിനയിക്കുന്ന സീനുകളുടെ എണ്ണം കുറവാണെന്നുള്ളൊരു അഭിപ്രായം വന്നു. അപ്പോൾ നമുക്കിതൊരു സിനിമയായിട്ട് കാണാമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനിതിനൊരു U-turn ഉണ്ടാക്കി. പ്രൊഡ്യൂസർ, അതായത് ഒരു കഥയുടെ ഒരു അന്തസത്തയ്ക്ക് കോട്ടം വരാത്ത വിധത്തിൽ ഞാനൊരു U-turn ഉണ്ടാക്കി കഥയെ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി. അത് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും കുഴപ്പമില്ല. ക്യാമറമാനായ അദ്ദേഹത്തിന് വളരെയധികം കുഴപ്പം. പുള്ളി കട്ടക്കി പിടിച്ചിരിക്കുക, സമ്മതിക്കുന്നില്ല. പിന്നെ 10-30 ആൾക്കാർക്ക് ജോലി കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ക്യാമറമാനെ പിടിച്ചങ്ങോട്ട് പുറത്തേക്കാക്കി. നീ നിൻ്റെ വഴിക്ക് വെക്കോ, ഞങ്ങളിത് ചെയ്തോളാം. ഇപ്പോൾ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇത് പുള്ളിയുടെ കഥയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവകാശവാദങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടിരിക്കുക. വളരെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റായി നിങ്ങളൊരടുത്ത് പിച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ നിങ്ങളുടെ സ്റ്റോറിയുടെ 1 ലൈനോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിയുടെ ഫസ്റ്റ് ഹാഫ് വരെയുള്ള പോർഷനോ നിങ്ങളുടെ അഡ്രസ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നോ നിങ്ങളിലേക്ക് ഒരു രജിസ്റ്റേർഡായിട്ട് അയയ്ക്കുക. ഈ സാധനം പൊട്ടിക്കാതെ വയ്ക്കുക. ഇത് മതി ഈ കഥ നിങ്ങളുടേതാണെന്ന് അംഗീകരിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഫസ്റ്റ് ടിപ്പ്. പിന്നെ നമ്മൾ സിനിമാ മേഖലയാണ്. ഒരാളെ തലയിൽ ചവിട്ടിങ്ങായിട്ട് മറ്റയാൾക്ക് മുകളിൽ പോകാൻ എപ്പോഴും ആഗ്രഹം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും കൂടെ നിൽക്കുന്നവരെ ഒരു 100% വിശ്വസിക്കരുത്. നിങ്ങളൊരു 99.9% മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. 1% നിങ്ങളൊരു അവിശ്വാസ്യത എപ്പോഴും കൊണ്ടു നടക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇനി അടുത്ത പ്രൊഡ്യൂസറെ പോയി നമ്മൾ കാണേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസറെ ഈ പറയുന്ന ക്യാമറമാൻ നല്ല രീതിക്ക് പറ്റിച്ച് വെച്ചിരിക്കുക. ഇപ്പം ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഡയറക്റ്റ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇനി ഈ ക്യാമറമാനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയ ഡയറക്ടർ പുള്ളി വിളിച്ചാൽ ഫോൺ എടുക്കണില്ല. ഈ പ്രൊഡ്യൂസർ അത്രയ്ക്കും കൺവിൻസിങ് ആയിട്ടാണ് പുള്ളി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചത്. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറിയും സ്ക്രിപ്റ്റും എല്ലാം എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് എഴുതിണ്ടാക്കിയതാണ്. നമ്മളെ രാവും പോലത്തെ കഷ്ടപ്പാടായി കിടക്കണേ. ഈ സിനിമയിൽ ഫുള്ള് ഇത് കുളു മണാലിൽ നടക്കുന്നൊരു സ്റ്റോറിയാണ്. ഇതിൻ്റെ പകുതി പോർഷനും ഹിന്ദിയാണ്. ഇത് നമുക്ക് കാണാമെന്നറിയില്ല. ഇത് ഫുള്ള് ഞാൻ ഹിന്ദി ഡയലോഗ്സാണ് എഴുതി വെച്ചിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നവർക്കുള്ള അത്യാവശ്യം വേണ്ട കുറച്ച് ടിപ്സുകളൊക്കെ നമ്മൾ പറഞ്ഞുതരും. ഓക്കെ.